നമസ്കാരം. നമ്മുടെ വീട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് തുളസി. തുളസി കൃഷ്ണതുളസി, രാമതുളസി രണ്ട് വിധത്തിലുണ്ട്. അതിൽ കൃഷ്ണതുളസിയാണ് ഏറ്റവും ഔഷധഗുണം കൂടിയത്. തുളസിയെ ഔഷധങ്ങളുടെ മാതാവ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. തുളസി പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. മാത്രവുമല്ല വൈറ്റമിൻ സി, സിങ്ക് എന്നിവയും തുളസിയിൽ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ് തുളസി. ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി കൂടി തുളസിക്കുണ്ട്. പനി, ചുമ എന്നിവയുണ്ടെങ്കിൽ തുളസിയിട്ട വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ നല്ലതാണ്. മുഖക്കുരു ഉണ്ടെങ്കിൽ തുളസിയിലയും പച്ചമഞ്ഞളും തമ്മിൽ അരച്ച് തേക്കുന്നത് വളരെ നല്ലതാണ്. തുളസിപ്പൂവും ഇലയും അരച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ പനിക്കൂർക്ക ഇലയും നീരും ചേർത്ത് 1/2 ടീസ്പൂൺ ഇഞ്ചിയുടെ നീരും തേനും ചേർത്ത് കഴിക്കുന്നത് ജലദോഷം, ചുമ, കഫക്കെട്ട് എന്നിവയ്ക്ക് ഫലപ്രദമാണ്. തലയിൽ പേൻ ശല്യമുണ്ടെങ്കിൽ തുളസിയിലയും പൂവും മുടിയിൽ വെച്ച് കെട്ടുന്നത് നല്ലതാണ്. താരൻ മാറാനായി തുളസിയിലയും പൂവും തെച്ചിപ്പൂവും വെച്ച് എണ്ണ കാച്ചി തലയിൽ തേക്കുന്നത് നല്ലതാണ്. പ്രാണികളുടെ കുത്തേറ്റാൽ അതിൻ്റെ വിഷം മാറാനായി തുളസിയും പച്ചമഞ്ഞളും ചേർത്ത് അരച്ചിടുന്നത് നല്ലതാണ്. മാത്രവുമല്ല തുളസി നീര് ഉള്ളിലേക്ക് കഴിക്കുന്നതും ഫലപ്രദമാണ്. തുളസി നീര് തേനിൽ ചേർത്ത് രാവിലെ കഴിക്കുന്നത് ദഹനശക്തിക്കും വിരശല്യം ഒഴിവാക്കാനും വളരെ നല്ലതാണ്.